പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി വെണ്ടയ്ക്ക കറിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇട്ട് പോയാലോ. കത്തിച്ച് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇത്രയും വെണ്ടയ്ക്ക ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, അതിലൊന്ന് പിടിക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. ഇത്രയും മതിയാകും. നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ജീരകം, കുറച്ച് പെരുംജീരകം. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. അത് വിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള എല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി 2 തക്കാളി മീഡിയം സൈസിൽ എടുത്തിട്ടുണ്ട്. അരച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കണം, എന്നാലേ ഇതിൽ അലിഞ്ഞ് ചേരത്തുള്ളൂ. ഇപ്പോൾ തക്കാളിയെല്ലാം അതിൽ നല്ലോണം വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇനി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നല്ലോണം ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതിൽ വളരെ കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്കയില്ലേ വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം.